ഷാലോം ടി വി പ്രേക്ഷകർക്ക് ലൗഡേലിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. നമ്മളുടെ കുടുംബങ്ങളിൽ സ്നേഹത്തിൻ്റെ സന്തോഷം, അതിൻ്റെ ആനന്ദം അനുഭവിക്കുന്നതിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ ഏറെ സ്നേഹത്തോടെ മാർപ്പാപ്പ നമുക്ക് സമ്മാനിച്ച അപ്പസ്തോലിക ആഹ്വാനമാണ് സ്നേഹത്തിൻ്റെ സന്തോഷം. ഈ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ പറയുന്നു: നമ്മളുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം സഭയുടെയും സന്തോഷമാണ്. നമ്മളുടെ കുടുംബങ്ങളിൽ ഈ സ്നേഹത്തിൻ്റെ ഫലങ്ങൾ വളർത്തുന്നതിനുതകുന്ന ചിന്തകളും ചർച്ചകളുമാണ് ഈ പ്രോഗ്രാമിലൂടെ നാം ഒരുക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിലേക്ക് വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നമുക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ആദ്യമായി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഡോക്ടർ മേരി റെജീനയാണ്. ഡോക്ടർ കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറും തൃശ്ശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറിയുമാണ്. ഏറെ സ്നേഹത്തോടെ ഡോക്ടർ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മൾ സ്വാഗതം ചെയ്യുന്ന ഡോക്ടർ ടോണി, പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ എല്ലുരോഗ വിദഗ്ധനും കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള സമർപ്പിത സമൂഹം ലോഫിൻ്റെ പ്രസിഡൻറ്റുമാണ് അദ്ദേഹം. കുടുംബ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുന്ന ഡോക്ടർ ടോണിയെ ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് സിസ്റ്റർ നീമയാണ്. സിസ്റ്റർ നീമ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. സിസ്റ്റർ കുടുംബ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുകയും ഹോളി ഫാമിലി സന്യാസിനി സമൂഹാംഗവുമാണ്. സിസ്റ്ററിനെയും സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ദാമ്പത്യ സ്നേഹത്തിൻ്റെ 13 ലക്ഷണങ്ങൾ. പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൽ സ്നേഹം സർവോത്കൃഷ്ടം. മാർപ്പാപ്പ ആ സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങൾ കുടുംബത്തിലെ ദാമ്പത്യ സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടാണ് പങ്കുവയ്ക്കുന്നത്. ഈ ചർച്ചയിൽ നമ്മൾ പ്രധാനമായും ദാമ്പത്യ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായി നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല. ഈ ചർച്ചയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എങ്ങനെയാണ് സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല എന്നുദ്ദേശിക്കുമ്പോൾ എന്താണ് ആ വാക്കുകൊണ്ട് മാർപ്പാപ്പ ഉദ്ദേശിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഡോക്ടർ, ആത്മപ്രശംസ പല രൂപത്തിൽ കുടുംബത്തിലേക്ക് കടന്നു വരാം എന്ന് തോന്നുന്നു. ഒരു പഴയ കാലത്തിലും പഴയ ചിന്താഗതി അനുസരിച്ച് ചിലപ്പോൾ കുടുംബമഹിമ, സ്വത്ത്, പണം, സൗന്ദര്യം ഇതൊക്കെയായിരുന്നു ആത്മപ്രശംസയ്ക്ക് നമുക്കൊരു നിദാനമായി വന്നിരുന്ന അല്ലെങ്കിൽ കാരണമായിരുന്നത്. എന്നാൽ ഇന്ന് കാലം മാറി വരുമ്പോൾ ചിലപ്പോൾ അറിവ് അല്ലെങ്കിൽ വിജ്ഞാനം, ഡിഗ്രി, എല്ലാ സ്ത്രീയും പുരുഷനും പഠിത്തത്തിൽ മുന്നോട്ട് പോയിരുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു പ്രാധാന്യം കൂടി വരുമ്പോൾ ആർക്കാണ് കൂടുതൽ അറിവുള്ളത്, അല്ലെ ആരാണ് കൂടുതൽ വലുത് എന്നുള്ള ചിന്ത ആ ഒരു പഠിത്തത്തെ ബേസ് ചെയ്ത് അല്ലെ വിജ്ഞാനത്തെ ബേസ് ചെയ്ത് വരാറുണ്ട്. പിന്നെ സ്വാഭാവികമായും മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു വികാരമാണല്ലോ അഹംഭാവം എന്നുള്ളത്, അഹങ്കാരം എന്നുള്ളത്. അതിപ്പോൾ പല ഡയമെൻഷനിൽ ഇപ്പോൾ വരാം. കഴിവുകളുണ്ട്, പഴയ പോലെ അല്ല. പണ്ട് എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിച്ചിരുന്നവരാണ്. പക്ഷേ ഇന്ന് ഒരേ തലത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ പ്രശ്നം എനിക്ക് തോന്നുന്നു കൂടുതൽ വരുന്നത്. ആരാണ് മുന്നിൽ എന്നുള്ളൊരു ചിന്ത. എനിക്കാണോ കൂടുതൽ കഴിവ്, എനിക്കാണോ കൂടുതൽ പണം, അല്ലെ എനിക്കാണോ കൂടുതൽ ശമ്പളം, ഇതെല്ലാം ഇന്നത്തെ ജീവിതത്തിലേക്ക് കടന്നു വരികയും കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു മാർപ്പാപ്പ പ്രത്യേകമായി ഈ ഒരു കണ്ണികയെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൽ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ ഈ ആത്മപ്രശംസ, അതോ അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? നമ്മൾ സ്വയം നമ്മളെക്കുറിച്ച് പറയാതാണോ ആത്മപ്രശംസ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും നമ്മളെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആത്മപ്രശംസ തന്നെയാണ്. പക്ഷെ നമ്മൾക്ക് കുടുംബത്തിലെ ഒരു ചെറിയ ഉദാഹരണം എടുത്താൽ, ഇപ്പം മക്കള് നന്നായിട്ട് വിജയിച്ചു വന്നാൽ അപ്പന്മാർ പണ്ടൊക്കെ പറയാറുണ്ട്, അവൻ എൻ്റെ മോനാ. ചിലപ്പോൾ നമ്മൾ വീട്ടിലെന്തെങ്കിലും ഒരു കുറുമ്പ് കാണിച്ചു കഴിഞ്ഞാൽ നിൻ്റെ വളർത്തു ദോഷത്തിൻ്റെ കുഴപ്പമല്ലേ എന്ന് ഭാര്യയോട് ചോദിക്കുക, അല്ലെങ്കിൽ അമ്മയോട് ചോദിക്കുന്ന ആ ഒരു കാര്യത്തിൽ പോലും ഒരു ആത്മപ്രശംസയാണ് അവിടെ മുന്നിട്ട് നിൽക്കുക. അപ്പൻ നല്ലതല്ല അപ്പൻ്റെ ഗുണവും മോശമായതല്ല അമ്മയുടെ ഗുണവും എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവിടെ പോലും അപ്പന്മാർ ആത്മപ്രശംസയോടെ ആ മേഖലയിൽ ഇടപെടുകയും ഭാര്യമാരെ കൊച്ചാക്കി കാണിക്കുകയും ചെയ്യുന്ന ആ പ്രവണത പോലും എനിക്ക് തോന്നുന്നു ഈ ആത്മപ്രശംസ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ മാർപ്പാപ്പ ഉദ്ദേശിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അപകർഷത തന്നെ ആത്മപ്രശംസയുടെ മറ്റൊരു തലമായിട്ട് വരാറുണ്ട്.
പുരുഷനൊരു അപകർഷതയും സ്ത്രീയുടെ വിദ്യാഭ്യാസത്തിൻ്റെ പൗരമാകുമ്പോൾ സ്ത്രീ അവളുടെ വലിയ പത്രാസും ഇതൊക്കെ പറഞ്ഞ് ഇരിക്കുകയും അപ്പോൾ പുരുഷനെ സംബന്ധിച്ച് എന്നെ വലുതാക്കി കാണിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായും സ്ത്രീയെ അല്ലെങ്കിൽ ഭാര്യയെ അടിച്ചമർത്തി വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി പോകുന്ന ഒരവസ്ഥ നമ്മൾ കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ എനിക്ക് നന്നാവാൻ പറ്റണില്ല, അപ്പോൾ എൻ്റെ പങ്കാളിനെ താഴ്ത്തി കെട്ടി പറയുന്നതിൽ ഒരു ആനന്ദം കണ്ടെത്തുന്ന ഒരവസ്ഥ നമ്മൾ കാണാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു നല്ല ദാമ്പത്യ ബന്ധത്തിൽ ഇതിനൊരു സ്ഥാനമേ ഇല്ല. കാരണം നമ്മൾ ദാമ്പത്യ ബന്ധത്തെ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ പരസ്പരം പരിപൂർണമായി സമർപ്പിക്കുന്ന, സ്നേഹിക്കുന്ന, അതിൽ ഞാൻ നീ എന്ന രണ്ട് എൻറ്റിറ്റീസ് തന്നെ ഇല്ല, രണ്ടുപേരും ഒന്നാണ്. അവർക്ക് രണ്ടുപേർക്കുമുള്ള കഴിവുകൾ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ആ കുടുംബം സമ്പുഷ്ടമാകുന്നത്. സ്നേഹം എന്ന് പറയുന്ന കണ്ടന്റ് കുറഞ്ഞു പോകുമ്പോഴാണ് ഈ വസ്തുക്കളൊക്കെ, ഈ ലക്ഷണങ്ങളെല്ലാം പുറത്തു വന്ന് ഒരു സിസ്റ്റർ കഴിഞ്ഞ ഒരു കൗൺസിലിംഗ് എക്സ്പീരിയൻസ് പറഞ്ഞു ഓർക്കുകയാണ്. വളരെ മിടുക്കിയായ ഒരു അധ്യാപിക എല്ലാ കാര്യവും ഭർത്താവിനോട് ചോദിച്ചു ചെയ്യുന്നു. ഒരിക്കൽ ഇവർ ഒരുമിച്ച് വന്നപ്പോൾ സിസ്റ്റർ പറയാം, ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി. ഈ ഭാര്യയുടെ കഴിവും സൗന്ദര്യവും അവരുടെ ഡിഗ്രിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ വളരെ താഴ്ന്ന നിലയിലുള്ള, അല്പം പിന്നിൽ നിൽക്കുന്ന ഒരു ഭർത്താവാണ്. അത്രമാത്രം ഇത്രയും കഴിവുള്ള ഈ ഭാര്യ ഭർത്താവിനെ എപ്പോഴും കൂടെ കൂട്ടാനും ഭർത്താവിനോട് എല്ലാ കാര്യങ്ങളും ആലോചിക്കാനും ഭർത്താവിനെയും ഒപ്പം പ്രൊജക്റ്റ് ചെയ്യും, കൂടെ അല്ലെങ്കിൽ തന്നേക്കാൾ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് കരുതുകയും ചെയ്യുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ ഞങ്ങളോട് പങ്കുവച്ചൊരു സംഭവം ഓർക്കുകയാണ്. അതുപോലെയുള്ള ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ഈ ഗൾഫ് രാജ്യങ്ങളിൽ ജോലിയുള്ളവർ പലപ്പോഴും നഴ്സിംഗ് പഠിച്ച മോളൊക്കെ ആണെങ്കിൽ ഗൾഫുകാരനെ കൊണ്ട് കെട്ടിച്ചാൽ അവൾക്ക് അവിടെ നല്ല ശമ്പളം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഗൾഫിൽ എന്തെങ്കിലും ജോലിയുള്ള ഒരു വ്യക്തിയെ കണ്ടുപിടിച്ച് മാതാപിതാക്കൾ വിവാഹം നടത്തി കൊടുക്കും. അവിടെ ചെന്ന് അവൾക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ അവൾക്കായിരിക്കും കൂടുതൽ ശമ്പളം, കൂടുതൽ സാഹചര്യങ്ങൾ. അപ്പോൾ അത് പലപ്പോഴും കുടുംബ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അതേസമയം അങ്ങനെ ജീവിക്കുന്ന ചില കുടുംബങ്ങളെ പരിചയപ്പെടാനിടയായിട്ടുണ്ട്. അവിടെ ഭർത്താവ് ആള് നഴ്സിംഗ് ജോലിയൊന്നല്ല, മറ്റൊരു ജോലിയാണ്. പക്ഷെ ആ വ്യക്തി എങ്ങനെ തൻ്റെ ഭാര്യയെ സ്പിരിച്വാലിറ്റിയിൽ അവളെ വളർത്താനായിട്ട് ഈ ഭർത്താവ് എന്തുമാത്രം പരിശ്രമിച്ചു എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അങ്ങനെയുള്ള ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് കാണാറുണ്ട്. മാർപ്പാപ്പയും പറയുന്നുണ്ട്, സ്പിരിച്വൽ പേഴ്സൺ, വളരെ ആത്മീയതയിൽ വളർന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ വിജ്ഞാനത്തിൽ വളർന്ന ഒരു വ്യക്തി, വൈസ് പേഴ്സൺ ഒരിക്കലും അഹങ്കരിക്കുന്നില്ല എന്ന് മാർപ്പാപ്പ പറയും. ഒരിക്കലും ഈ ഒരു ആസ്പെക്റ്റ് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്ന് പറയുന്നു. പിന്നെ എനിക്ക് തോന്നി എന്തിനും മേന്മയുണ്ട് എന്നൊരു ചിന്താഗതി വന്നാൽ, ഇപ്പോൾ വീട്ടിലിരുന്ന് പണിയുന്നത് അല്ലെങ്കിൽ ഒരു എല്ലാ പ്രവൃത്തിക്കും അതിൻ്റേതായ മേന്മയുണ്ട്. കഴിഞ്ഞ തലമുറയ്ക്ക് വീട്ടിലെ ജോലിക്ക് യാതൊരു വിലയും ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ അതിന് വില കൽപ്പിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് അതിനും വില കൽപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ തിരിച്ച് എന്തുകൊണ്ട് ഒരു പുരുഷനൊരു നല്ല ഹോം മേക്കർ ആയിക്കൂടാ എന്നും ഇപ്പോൾ ചിന്തിക്കുന്ന, അല്ല, ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ അങ്ങനെയും ആകാം. അത് ഫോംഡ് ആയിട്ടുള്ള ഫാമിലിയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, എനിക്കാണ് ഏറ്റവും അധികം പക്വതയും അറിവും പ്രാപ്തിയും ഒക്കെ ഉള്ളത് എന്നങ്ങോട്ട് ഒരു ധരിച്ചു വയ്ക്കുകയാണ്. അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഈ ഒരു അപാകത അവിടെ സംഭവിക്കും. ഒരു മാർപ്പാപ്പ അതിൽ പറയുന്നുണ്ട്, ഇത് വിനയം കൊണ്ടാണ് അലങ്കരിക്കപ്പെടേണ്ടത്. വിനയത്തിൻ്റെ അങ്കി ധരിച്ച് എന്ന് പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്ന പോലെ ആ ഒരു വിനയത്തിൻ്റെ കണ്ടന്റ് ഇല്ലാതെ ആവുമ്പോഴാണ് ഞാൻ കേന്ദ്രീകൃതമായി അങ്ങ് തീരുന്ന ഒരവസ്ഥയിൽ. നമ്മളിവിടെ എനിക്ക് തോന്നുന്നു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആത്മപ്രശംസ എന്നുള്ളൊരു വാക്ക് പറയുമ്പോൾ നമ്മളിൽ നിന്ന് വിട്ടിട്ട്, നമ്മൾ എന്നുള്ള സിസ്റ്റർ ഇപ്പം സൂചിപ്പിച്ചതുപോലെ അത് വിട്ട് മറ്റുള്ളവരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മൾ തുടങ്ങിയാലാണ് ഈ ആത്മപ്രശംസയെ നമുക്ക് അവിടെ ഒരു തടയിടാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. കാരണം അപ്പം പിന്നെ അവിടെ ചേർത്ത് വെക്കുന്നുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവരിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ ആത്മപ്രശംസ ചെയ്യുന്നത് പതുക്കെ പതുക്കെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ പറ്റുക എന്നാണ് തോന്നുന്നത് എനിക്ക്. അതിന് ഏറ്റവും വലിയ വിഘാതമാവുന്നത് ഇന്ന് നമ്മളുടെ വളർത്തുദോഷം എന്ന് പറയുന്ന പോലെ, നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങൾ, 1-2 കുട്ടികൾ ഉണ്ടാവുന്നു. അവർ ജനിക്കുമ്പോൾ മുതൽ സർവ്വശ്രദ്ധയും അവരിൽ കേന്ദ്രീകരിച്ച് അവരെ ഇങ്ങനെ ഒരു ഹീറോയും ഒരു ഹീറോയിനുമായിട്ടാണ് നമ്മൾ വളർത്തിക്കൊണ്ട്. സാധാരണ പിള്ളേര് പറയാറുണ്ട് ആളെ SP ആണ്, വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. ചില ആളുകളെ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ പിള്ളേര് കമന്റ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാനൊരു ദിവസം, ഞാനൊരു മാത്സ് ടീച്ചറാണ്, ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ആദ്യം ആ പ്രോബ്ലത്തിന്റെ ആൻസർ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ആ കുട്ടിയുടെ പേര് വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തു.
ഞാൻ ഇത്രയും വർഷത്തിൻ്റെ എൻ്റെ എക്സ്പീരിയൻസിനിടയിൽ കാണാത്തൊരു അനുഭവം ഞാൻ കണ്ടത്. കാരണം കൊച്ചി ഇത് പറഞ്ഞ വശം അവളുടെ ബെഞ്ചിലിരുന്നുകൊണ്ട് തന്നെ അവൾ പറയാണ് ഇങ്ങനെ പതുക്കെ കിട്ടും, എന്താ ചെയ്യുക. അത് ഇന്ന് വളരെ കോമൺ ആണ്. ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾക്ക് അങ്ങനെ അല്ലാത്തൊരു സാഹചര്യത്തിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ സിസ്റ്റർ? അവർക്ക് ആ ഒരു അറ്റൻഷൻ കിട്ടുന്നില്ല, അവരെ മേളിൽ നിന്ന് ഫോക്കസ് മറ്റൊരാളിലേക്ക് തിരിക്കാൻ അവർക്ക് പ്രയാസമായി വരും. സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആക്കാനുള്ള ഒരു ശ്രമം ബോധപൂർവമോ ബോധപൂർവം അല്ലാതെയോ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അതിൽ ഞാൻ എൻ്റെ ക്ലിനിക്കിൽ നിന്ന് എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്, മാതാപിതാക്കൾക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടുവോ അതെല്ലാം മക്കളിലൂടെ നിർവഹിക്കപ്പെടണം എന്നുള്ളൊരു എന്തൊക്കെയോ നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള ഒരു മിഥ്യാബോധത്തിൽ നിന്നാണ് നമുക്ക് എല്ലാം ലഭിച്ചിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ദാമ്പത്യ സ്നേഹത്തിൽ ഇതുപോലെ ഭാര്യ ഭർത്താവിനേക്കാൾ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനും സ്വയം കേന്ദ്രീകൃതമാകാതെ മറ്റുള്ളവരിലേക്ക് ശ്രദ്ധ തിരിക്കാനായിട്ട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലിപ്പിങ്ങിലേക്ക് നമ്മൾ പോകുന്നു. ഇങ്ങനെ അല്ലെങ്കിൽ ജീവിതത്തിലൊരു പരാജയം സംഭവിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന, പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുടുംബത്തിൻ്റെ ക്ലിപ്പിംഗ് നമ്മൾ കാണുന്നു. നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. 1998 മാരേജ്. ഒരു 20 വർഷമൊക്കെ കഴിഞ്ഞ സമയത്തായിരുന്നു എന്തോ ഒരു ബുദ്ധിമുട്ടെന്നോണം എനിക്കൊരു അസുഖം വന്നു. ക്യാൻസറായിരുന്നു. അപ്പോൾ അങ്ങനെ ക്യാൻസർ വന്ന സമയത്ത് എല്ലാവരും ഒരു പേടി പോലെ തോന്നുന്നൊരു കാലഘട്ടമായിരുന്നു. 2011 ക്യാൻസർ എനിക്ക് വന്നത്. ആ സമയത്ത് എല്ലാവരും പേടിക്കുന്ന പോലെ തന്നെ ഒറ്റയടിക്ക് നമുക്ക് അത് ഭയങ്കര ഒരു പേടി ഉളവാക്കി. അങ്ങനെ ആ പേടി ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ വൈഫ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഭർത്താവിന് എന്ത് അസുഖം വന്നാലും ഭാര്യമാർ സപ്പോർട്ട് ഉണ്ടാവാം. ഈ ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു 1-2 കൊല്ലം നമ്മൾ അതുമായി ബന്ധപ്പെട്ട ചികിത്സകളും മരുന്നുകളും പരിപാടികളൊക്കെ ആയിട്ട് പോകേണ്ടി വരും. ആ സമയത്താണ് എനിക്ക് എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതും ഒരു അസുഖത്തിൽ എൻ്റെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു പരസ്പര സ്നേഹം ഉണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാവുന്നത്. അതുവരെയൊക്കെ നമ്മൾ ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും സ്നേഹവും വാത്സല്യമൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇങ്ങനൊരു അസുഖത്തിൻ്റെ സമയത്ത് ആൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ മെഡിക്കൽ ഷോപ്പ് നിർത്തി വയ്ക്കേണ്ടി വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോകാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടന്നിരുന്നില്ല. അപ്പോൾ എന്നോട് എൻ്റെ ഡോക്ടർ, ഇത് ചെയ്ത ഡോക്ടർ എന്നോട് പറഞ്ഞു, ടിറ്റോ ഒരു കാര്യം ചെയ്യേ, ഇപ്പോൾ അങ്ങനെ ടെൻഷനായിട്ടുള്ള സാധനങ്ങളൊന്നും ചെയ്യണ്ട, വേണമെങ്കിൽ ബിസിനസ് കുറച്ച് കാലം നിർത്തിവെച്ച് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ തന്നെ ഒരു ചാനലിൽ ഒരു റിയാലിറ്റി ഷോ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ റിയാലിറ്റി ഷോവിന് പോകലും ഞാനും എൻ്റെ ഭാര്യ ബിമിതയും കൂടിയിട്ട് ആ റിയാലിറ്റി ഷോവിന് പോകില്ല. അപ്പോൾ ബിമിതയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും ഒരു ഭർത്താവിൻ്റെ ഒരു ആവശ്യമല്ല, അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടെയും ആൾ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു. ആളെൻ്റെ കൂടെ വന്നു. അവിടെയുള്ള കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 6 മാസം അങ്ങനെ നീങ്ങി. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ക്യാൻസർ ഉള്ള സമയത്ത് അമലയിലായിരുന്നു ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ അമലയിൽ ഞങ്ങളുടെ റൂമിൽ മാത്രം ഭയങ്കര സന്തോഷമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളിടത്തൊക്കെ എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചിട്ട് ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ ഒരു മൂകമായ അവസ്ഥയിലായിരുന്നു. ഞങ്ങൾ ഭയങ്കര ചിരിയും കളി. നേഴ്സുമാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ റൂമിൽ വന്നിട്ട് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ആ രീതിയിലും അവിടെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. നേഴ്സുമാർക്കും സപ്പോർട്ടായിരുന്നു. പിന്നെ അവിടെ നമ്മുടെ റൂമിലേക്ക് കരയുന്ന ആൾക്കാരെ കയറ്റാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരയുന്ന ആൾക്കാർ നമുക്ക് ആവശ്യമില്ല. കാരണം വെച്ചാൽ നമ്മൾ ഓൾറെഡി ദുഃഖത്തിലാണ്. അപ്പോൾ എന്തെങ്കിലും രസകരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചിരിക്കാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉള്ളവരെ മാത്രമേ ബിമിത അങ്ങോട്ട് കയറ്റുള്ളൂ, അല്ലാത്തവരങ്ങോട്ട് കയറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ ഭാര്യ ഭയങ്കര സപ്പോർട്ടുള്ളതായിട്ട് എനിക്ക് വളരെയധികം അനുഭവപ്പെട്ടു.
ഇപ്പോൾ അസുഖമൊക്കെ മാറി, കുറേയൊക്കെ മാറി. ഇപ്പോൾ എനിക്ക് അന്ന് ആ സമയത്ത് മെഡിക്കൽ ഷോപ്പൊക്കെ കുറേയൊക്കെ ഡൗണായി. ഞാൻ പിന്നെ മെഡിക്കൽ ഷോപ്പ് നിർത്തേണ്ടി വന്നു. അപ്പോൾ പിന്നെ ജീവിതത്തിൽ നമുക്ക് ആർക്കായാലും ഇപ്പോൾ നമുക്ക് ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആൾ എനിക്ക് സപ്പോർട്ട് തന്നിട്ട് പറഞ്ഞു, ടിറ്റോയേട്ടന് ഇഷ്ടമുള്ള സംഭവം ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവം ഈ കമ്പ്യൂട്ടറിൽ ഫോട്ടോഷോപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ചെയ്തിട്ട് ഒരു കുഴപ്പമുണ്ടാവില്ല, അതൊക്കെ നമുക്ക് ആൾക്കാരെ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഒരു 4 കൊല്ലമായിട്ട് 3-3.5 കൊല്ലമൊക്കെ ആയിട്ട് ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിലെ ഭാര്യമാരുടെ സപ്പോർട്ട് അല്ലെങ്കിൽ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുടെ സപ്പോർട്ട് വളരെയധികം ഉണ്ടാവണം. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് രസകരമായിട്ട് പോവുക. ടിറ്റോ ചേട്ടൻ ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തു ടിറ്റോ ചേട്ടൻ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നത് എല്ലാ ഭാര്യമാരും ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും. ഭർത്താവിന് അസുഖം വരുമ്പോൾ ഭാര്യമാർ തന്നെയായിരിക്കും അവിടെ ആളെ നോക്കുന്നതും ആൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഭാര്യമാർ തന്നെയായിരിക്കും. പക്ഷെ എനിക്കൊരു ഭാഗ്യം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാവുന്നത്, പല സന്ദർഭങ്ങളിലും പലയിടത്തും എനിക്ക് ഒരുപാട് അറിവുകൾ നേടിയെടുക്കാനും അതനുസരിച്ച് സപ്പോർട്ട് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ പകച്ചിരുന്ന് കരഞ്ഞ് ഉള്ള സമയം മുഴുവനും കരഞ്ഞ് വേസ്റ്റാക്കി കളഞ്ഞിട്ടില്ല ഞാൻ. എനിക്ക് അതിലൊക്കെ കുറച്ച് ഒരു സന്തോഷം തോന്നുന്നുണ്ട്. കരയുന്ന ആൾക്കാരെ ഞാൻ ഈ പറഞ്ഞ മാതിരി കയറ്റാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം കരച്ചിൽ നമ്മുടെ ഉള്ളിൽ എന്തായാലും ഉണ്ട്, പക്ഷെ അത് പുറത്ത് വരുത്താതെ നമ്മൾ അത്രയും പിടിച്ചാൽ നിൽക്കുന്നത്. ആ സമയത്ത് ഒരു പുറത്തുനിന്ന് ഒരാൾ കരഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ കിട്ടില്ല. ഞാനൊന്ന് കരഞ്ഞിട്ട് വേണം ടിറ്റോയേട്ടൻ കരയാൻ ചിലപ്പോൾ കാത്തുക്കായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും കരയില്ല എന്നുള്ളൊരു തീരുമാനം ആ ഒരു അവസ്ഥയിൽ മുഴുവനും ഞാൻ എടുത്തിരുന്നു. ടിറ്റോ ചേട്ടന് അസുഖമുള്ള സമയത്ത് ഞങ്ങൾ നിരന്തരമായി പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അത് കൊന്ത എന്ന് എത്തിക്കും. കൊന്ത ഞാനും ടിറ്റോ ചേട്ടനും മക്കളും കൂടി ഇരുന്ന് ടിറ്റോ ചേട്ടൻ ഏത് ബെഡിലാണോ കിടക്കണേ ആ ബെഡിൽ തന്നെയായിരിക്കും ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത്. അല്ലാതെ അതിന് വേണ്ടി ഒരു റൂമിലേക്ക് പോകുന്നില്ല. അവിടെ തന്നെ ഇരുന്ന് ഞങ്ങളെല്ലാവരും കൂടി കൊന്തെത്തിക്കും. അങ്ങനെയാണ്. പിന്നെ അത് മാത്രമല്ല, അത് അല്ലാതെ എന്നും ഞങ്ങൾ തലയിൽ കൈവച്ചിട്ട് എല്ലാവരും ചുറ്റിനും ഇങ്ങനെ ഇരുന്ന് ഒരാളുടെ തലയിൽ, അതായത് ഞാൻ ടിറ്റോ ചേട്ടൻ്റെ തലയിൽ, ടിറ്റോയേട്ടൻ എൻ്റെ തലയിൽ, ടിറ്റോ ചേട്ടൻ ഒരു മോൻ്റെ തലയിൽ, ആ മോൻ മറ്റേ മോൻ്റെ തലയിൽ, അങ്ങനെ 2 മക്കൾ 2 ആൺകുട്ടികളാണുള്ളത്. അങ്ങനെ തലയിൽ കൈവച്ചിട്ട് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കും, ഈശോയെ അങ്ങേ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ, ഈ രോഗത്തെ പൂർണ്ണമായി മാറ്റിത്തരണമേ എന്ന് നിരന്തരം ഞങ്ങൾ ചൊല്ലിയിരുന്നു. 10 തവണയാണ് ഒരു പ്രാവശ്യം ഞങ്ങൾ അതിങ്ങനെ ആവർത്തിച്ച് ചൊല്ലുന്നത്. ഈ പൂർണ്ണമായും ഈ രോഗത്തെ മാറ്റി തരണമേ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഇങ്ങനെ വ്യക്തമായി പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. അത് ഞങ്ങൾ പട്ടത്തച്ഛനാണ് ഞങ്ങൾക്കിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചത്. പട്ടത്തച്ഛനാണ്. അച്ഛൻ ഇത് സ്ഥിരമായി ചൊല്ലിയാൽ മതി, പൂർണ്ണമായി മാറുമെന്നൊരു വിശ്വാസം ഞങ്ങൾക്ക് തന്നിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു കാലഘട്ടം മുഴുവനും അത് ചൊല്ലിയിരുന്നു. പിന്നെ 2 മക്കളാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ അവരെക്കുറിച്ച് ഞാൻ പറയാം. മൂത്ത മകൻ ഇപ്പോൾ +2 കഴിഞ്ഞു. 10th കഴിഞ്ഞപ്പോൾ തന്നെ അവനൊരു ആഗ്രഹം, അച്ഛനാവണം എന്നൊരു ആഗ്രഹം പറഞ്ഞു. ഞങ്ങൾ 2 പേരും ഒരു തടസ്സവും നിന്നില്ല. അങ്ങനെ അവനിപ്പോൾ CMI സഭയിൽ 3ാമത്തെ വർഷം, ഇനി നോഷീറ്റിലേക്ക് പോവുകയാണ് അവൻ. അപ്പോൾ അതിൻ്റെ ഞങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചെറിയ മകൻ ഇപ്പോൾ 7ാം ക്ലാസ്സിലേക്ക്, ഈ വർഷം ഇനി നെക്സ്റ്റ് 7ാം ക്ലാസ്സിലേക്കാണ്. അപ്പോൾ അവനും ഞങ്ങളോട് കൂടെ എപ്പോഴും ഹാപ്പിയായൊരു ലൈഫാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ ഞാൻ ഒരു ഹിന്ദി BEd കഴിഞ്ഞ സമയത്ത് എൻ്റെ ഒരു മനസ്സിലെ ആഗ്രഹം എപ്പോഴും ഒരു ടീച്ചറാവണം, ടീച്ചറായിട്ട് ജോലി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ടിറ്റോ ചേട്ടൻ പറയും, എനിക്കിത് ലോങ് ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് ബസ് കയറി കഷ്ടപ്പെട്ട് പോയി തിരിച്ച് വന്ന് കുട്ടികളെ നോക്കി അത് കഴിഞ്ഞ് വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കി അതൊക്കെ നിനക്ക് വലിയൊരു ബുദ്ധിമുട്ടല്ലേ? നിനക്ക് ഇവിടെ അടുത്ത് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നിനക്ക് ഇൻകം കിട്ടും, കുട്ടികളെയും നിനക്ക് കെയർ ചെയ്യാം, അതുപോലെ വീടും നിനക്ക് നോക്കാം. അപ്പം അതാണ് നിനക്ക് കൂടുതൽ നല്ലതെന്ന് പറഞ്ഞു. ആദ്യമൊന്നും എനിക്ക് ഒരു ഡേ കെയറിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. കാരണം വളരെ കുഞ്ഞു കുട്ടികൾ, ഞങ്ങളിപ്പോൾ ചെയ്യണത് 4 മാസം മുതൽ UKG വരെ ഉള്ളൊരു സ്കൂൾ നടത്തുകയാണ് ചെയ്യണത്. അപ്പോൾ അത്രയും കുഞ്ഞു മക്കളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ഓരോ കാര്യങ്ങളും നോക്കണം, വൃത്തിയിൽ ചെയ്യണം. അതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തനിയെ ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ടിറ്റോ ചേട്ടൻ
ഒത്തിരി സപ്പോർട്ട് ചെയ്യും. ഒരു പാരൻറ്റ് വന്നൊരു കംപ്ലയിൻറ്റ് പറയുമ്പോഴേക്കും ഞാൻ മിക്കവാറും കരഞ്ഞിട്ട് ഇങ്ങോട്ട് ടീച്ചറിൻ്റെ അടുത്തേക്ക് വരും. അയ്യോ ഇത് എനിക്ക് ശരിയാവില്ല, ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറയും. അപ്പോൾ ശരിയാവും, ഇതൊക്കെ ശരിയാവും, നിന്നെ കൊണ്ട് പറ്റും, നീ ചെയ്ത് നോക്ക്, ഒന്നും കൂടി ആവർത്തിച്ച് ചെയ്ത് നിനക്ക് സാധിക്കും, ആ കുട്ടി അവരോട് ഞാൻ സംസാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് നല്ല പോലെ ധൈര്യം തരും. ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ഈ ഒരു മേൽക്കോയ്മവാദം, ഞാനാണോ വലുത്, നീയാണോ വലുത്, ഞാനാണോ കൂടുതൽ ബുദ്ധിയുള്ള വ്യക്തി, ആ ഒരു മത്സരത്തിൻ്റെ ഒരു വേദിയായി നമ്മുടെ കുടുംബങ്ങൾ മാറുന്നുണ്ട്. ഇവിടെ പാപ്പത്തിൽ പറയുന്നുണ്ട് ഊതി വീർപ്പിച്ച ഒരവസ്ഥ, കെട്ടി വയ്ക്കുന്നൊരവസ്ഥ, ഈഗോ. ഇതാണ് ഇന്ന് പല കുടുംബങ്ങളെയും പ്രശ്നത്തിൻ്റെ റൂട്ട് കോസ്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരേ രീതിയിൽ പഠിച്ചു, ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരാൾക്ക് മറ്റേയാളേക്കാൾ മേന്മയുണ്ടോ, ഞാനാണോ മിടുക്കൻ എന്നൊക്കെ പറയാം. പക്ഷെ എനിക്കറിയാം എനിക്ക് ഒരുപാട് കുറവുകളുണ്ട് പല മേഖലയിൽ. ഇപ്പോൾ ശാരീരികമായ കുറവുകളുണ്ടാകാം, അല്ല അസ്വസ്ഥതകളുണ്ട്, അസുഖങ്ങൾ. അപ്പോഴൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും എന്നാൽ എനിക്ക് മാത്രമുള്ള ചില കഴിവുകളെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യും, പ്രോത്സാഹിപ്പിക്കുകയും. ഉദാഹരണത്തിന് ഈ സംസാരിക്കുന്ന രൂപതയുടെ ആദ്യത്തെ വനിതാ പാസ്റ്ററൽ സെക്രട്ടറിയാണ്. അതെ, ആ മേഖലയിലേക്കൊക്കെ എന്നുവെച്ചാൽ അവരും അപ്പോൾ സഫർ ചെയ്യുന്നുണ്ട്. കുടുംബജീവിതത്തിലും എൻ്റെ സമയം കുറയുന്നു ഒക്കെ പറയുമ്പോഴും വളർത്തുന്നതിൽ പരസ്പരം സഹായിക്കുന്ന, ഈ മത്സരിക്കുന്നതിലല്ല, പരസ്പരം വളർത്തുന്നതിൽ. എന്നാൽ അദ്ദേഹത്തിൻ്റെതായ ചില മേഖലകളുണ്ട്. എനിക്ക് അത്രയ്ക്ക് താല്പര്യമില്ലാത്ത എഴുത്തും വായനയും, അല്ലെങ്കിൽ കൂടുതൽ ഇങ്ങനെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് പോകും. ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ഡൈവേർട്ട് ചെയ്തപ്പോൾ എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് ഈ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും തടസ്സമുണ്ടാക്കുക എന്ന് പറയുന്നത് നശീകരണ വാസനയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അധീശത്വ ഭാവം ഇന്ന് കുടുംബങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതാ സ്നേഹത്തെ നശിപ്പിക്കുന്നു, ബന്ധങ്ങളെ നശിപ്പിക്കുന്നു. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം മാത്രമല്ലല്ലോ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമല്ല, പിന്നെ മക്കൾ, അവർക്കുണ്ടാവുന്ന മറ്റ് ഒരുപാട് പ്രശ്നങ്ങൾ ഈ പറയുന്ന ഡോക്ടർ പറഞ്ഞ പോലെ ആ പഫ്ഡ് അപ്പ് ഈഗോയിൽ നിന്നാണ്. ഇതില് പാപ്പ പറയുന്ന ഒരു കാര്യം, നമ്മെ കൂടുതൽ പ്രധാനപ്പെട്ടവരാക്കുന്നത് മറ്റുള്ളവരെ മനസ്സിലാക്കുകയും താല്പര്യം കാണിക്കുകയും ദുർബലരെ ആശ്ലേഷിക്കുകയും ചെയ്യുമ്പോഴാണ്. അത് നമുക്ക് മനസ്സിലാവും. നമ്മൾ ആരെങ്കിലും അവർ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് സപ്പോർട്ട് ചെയ്യുകയോ അവരെ നന്നായിട്ടുണ്ട് എന്നൊന്ന് പറയുകയോ ചെയ്ത ആളുകൾ നമ്മെക്കുറിച്ച് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി നന്നായി പറയും. നമ്മൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ശ്രേഷ്ഠരായി മാറുന്നത്, ആ വിനീതമായ പ്രവൃത്തി ചെയ്യുമ്പോൾ. അപ്പോൾ സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല എന്ന് ഇവിടെ പറയുമ്പോൾ പ്രധാനമായും നമ്മളെക്കാൾ മറ്റുള്ളവരിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കുകയും ആശ്ലേഷിക്കുകയും ചെയ്യുന്ന ഒരു ആ സ്നേഹത്തിന്റെ വളർച്ച, കുടുംബത്തോടൊപ്പം സ്നേഹവും വളരണം എന്ന് പറയുന്നതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ വിഘാതമായി വരുന്ന ഒരു ഫാക്ടറാണ് ഈ ആത്മപ്രശംസ, അല്ലെങ്കിൽ ആ ഈഗോ എന്ന് പറയുന്ന പല പേരുകളിൽ നമുക്ക് വിളിക്കാം. അഹംഭാവം, ഗർവ് എന്നൊക്കെ പറയുന്ന നമ്മളെ കുടുംബത്തിലുള്ള എല്ലാവരെയും, ഇപ്പൊ മാതാപിതാക്കളെയും ഹസ്ബൻഡും വൈഫും പരസ്പരവും മക്കളെയൊക്കെ നമ്മളെക്കാൾ അല്പം കൂടി പ്രാധാന്യമുള്ളവരായിട്ട് കാണാൻ പരിശ്രമിച്ചാൽ തന്നെ ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ പറ്റുന്നു. ഏറ്റവും വലിയ ഉദാഹരണം കുടുംബ മഹിമയെ കുറിച്ചുള്ള തർക്കങ്ങള് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ചിലപ്പോഴെങ്കിലും വളരെ സജീവം, ഒരു കാലഘട്ടത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു. ഇപ്പോഴും അറ്റകൈക്ക് പ്രയോഗിക്കുന്നുണ്ട്. പക്ഷെ അവിടെയാണ് അതിന്റെ പേരിൽ തന്നെ കോടതി വരെ എത്തുന്ന കേസുകൾ ഒരുപാടുണ്ട്. മഹിമയൊന്നും പറയണ്ട എന്ന അർത്ഥത്തില് പക്ഷെ ഇതൊക്കെ സൈലന്റ് ആയിട്ട് സഹിച്ച നമ്മുടെ അമ്മാമ്മമാരെയാണ് മാർപ്പാപ്പ ഇപ്പോ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതും ഒരു നല്ല മാതൃകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അതിനെക്കുറിച്ച് വിശുദ്ധിയെ കുറിച്ചുള്ള മാർപ്പാപ്പയുടെ അപ്പോസ്തലിക ആഹ്വാനത്തിൽ വളരെ മനോഹരമായി ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ അധികം സംസാരിക്കാതെ, അല്ലെങ്കിൽ അതിനൊരു കൗണ്ടർ കൊടുക്കാതെ ഇരുന്ന അമ്മമാരൊരു നല്ല ഉദാഹരണമാണ്. കാരണം വിവാഹം എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ സ്നേഹത്തിലുള്ളൊരു വളർച്ചയാണ്. വിട്ടുവീഴ്ചകൾ വേണം. അതിൽ ഏറ്റവും വലിയ വിട്ടുവീഴ്ച ചിലപ്പോൾ ഒരാൾ വളരെ ഈഗോയിസ്റ്റിക് ആണെങ്കിൽ അവിടെ ഒരു വിട്ടുവീഴ്ച മനോഭാവം വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒപ്പം പ്രശംസിക്കുന്നതിൽ ധാരാളിത്വം കാണിക്കണം, അതിലുള്ള ഒരു സമ്പന്നതയും. അത് നമുക്കൊക്കെ ഇഷ്ടമല്ലേ നമ്മളെ കുറിച്ച് നന്നായി പറയുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു അഹംഭാവം ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥ വേണം. അപ്പോൾ നമുക്ക് ഈ ആത്മപ്രശംസ ചെയ്യുന്നില്ല സ്നേഹത്തിൻ്റെ ഈ ഒരു ലക്ഷണം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനായിട്ട് ശ്രമിക്കാം. വിശുദ്ധ പത്രോസിൻ്റെ ഉപദേശം ഈ സ്നേഹത്തിൻ്റെ ലക്ഷണവുമായി ബന്ധപ്പെടുത്തി നമുക്ക് വായിക്കാവുന്നതാണ്.
നിങ്ങളെല്ലാവരും പരസ്പര വിനയത്തിൻ്റെ അങ്കി അണിയുവിൻ. എന്തെന്നാൽ ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. സ്നേഹത്തിൻ്റെ ഈ വലിയ സന്തോഷത്തിൻ്റെ അനുഭവം, സ്നേഹം ഒരിക്കലും ആത്മപ്രശംസ ചെയ്യുന്നില്ല എന്ന ഈ ലക്ഷണം നമ്മുടെ അനുദിന ജീവിതത്തിൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ പരസ്പരം ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദാമ്പത്യ സ്നേഹത്തിൽ നമുക്ക് വളരാം. ഇനിയും കണ്ടുമുട്ടുന്നവരെ ദാമ്പത്യ സ്നേഹത്തിൽ അനുദിനം വളരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.